രോഗം അല്ലെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് ഇപ്പോൾ എല്ലാവരിലും കണ്ടുവരുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ശസ്ത്രക്രിയകളെ കുറിച്ചൊന്ന് പറയാമോ? ഒരുപക്ഷെ മരുന്ന് കൊണ്ടുള്ളൊരു ചികിത്സയോ അല്ലെങ്കിൽ അപര്യാപ്തമായൊരു ചികിത്സയോ മാത്രം വർഷങ്ങളായി ഉണ്ടായിരുന്ന ഒരു രോഗമാണ് ഈ പാർക്കിൻസോണിസം അല്ലെങ്കിൽ വിറയൽ രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതും അതിൻ്റെ പല രോഗലക്ഷണങ്ങളും നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് വളരെയധികം ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് വന്നിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ശസ്ത്രക്രിയ കൊണ്ടുള്ള പാർക്കിൻസോണിസത്തിനുള്ള ചികിത്സ. അപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ സർജറിയാണ് പാർക്കിൻസോണിസത്തിന് സാധാരണയായി നമ്മൾ ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ തലച്ചോറിൻ്റെ വളരെ ഡീപ്പായിട്ടുള്ള ചില ഭാഗങ്ങളിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയൈ, അതായത് തലച്ചോറിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് വളരെ തലനാര് വലിപ്പമുള്ള ഒരു ഇലക്ട്രിക് വയർ, ഇലക്ട്രോഡ് ഇറക്കി വയ്ക്കുകയും അതിനുള്ള മൈക്രോ കറണ്ടുകൾ നൽകി തലച്ചോറിൻ്റെ നഷ്ടപ്പെട്ടു പോയ പ്രവർത്തനത്തെ ശരിയാക്കുകയും ചെയ്യുന്നതിനാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യതയുള്ള ഒരു ടാർഗറ്റ്, അതായത് ഒരു ലക്ഷ്യസ്ഥാനത്ത് ഈ വയർ കൊണ്ടുവന്ന് എത്തിക്കണമെന്നുള്ളതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറിയുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു 3 മില്ലിമീറ്റർ നീളമുള്ള അല്ലെങ്കിൽ ഒരു ഡയമീറ്ററുള്ള ഒരു ന്യൂക്ലിയസിലേക്കാണ് നമുക്ക് വയറെത്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ വയർ ഇൻസേർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ അവേക്ക് ചെയ്യാൻ പറ്റുകയാണ്, അല്ലെങ്കിൽ ഉണ്ടെന്ന് കിടക്കുന്ന പേഷ്യൻറ്റിൽ ചെയ്യാൻ പറ്റുകയാണെന്നുള്ളത്. കാരണം ഓരോ സമയത്തും ആ വയർ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് രോഗത്തിൽ നിന്ന് എത്രമാത്രം സുഖം ലഭിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത സൈഡ് ഇഫക്ട്സ് ഒന്നും വരുന്നില്ല ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനിൽ എന്ന് അറിയാനും അവേക്ക് സർജറി കൊണ്ട് സാധിക്കും. അപ്പോൾ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നൂതനമായൊരു ചികിത്സാ രീതിയാണ്. അതുപോലെ തന്നെ പാർക്കിൻസോൺസും അല്ലെങ്കിൽ വിരൽ രോഗത്തിന് വളരെയധികം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയും അതിൻ്റെ പുരോഗതി തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ ഈ 2 വയറുകൾ നമ്മൾ തൊലിയുടെ അടിയിൽ കൂടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ അല്ലെങ്കിൽ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു ന്യൂറോ സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് ഘടിപ്പിക്കുകയും 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് അതിൽ നിന്ന് വളരെ മൈക്രോ കറൻസ് തലച്ചോറിലേക്ക് എത്തിക്കുന്നതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ശസ്ത്രക്രിയ. അതിൻ്റെ ആദ്യ പകുതി നമ്മൾ അവേക്കായിട്ടാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഈ രോഗങ്ങളുടെ പുരോഗതി തടയുക എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതുകൂടാതെ മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കുകയോ മരുന്ന് നിർത്താനോ പൂർണ്ണമായും സാധിക്കും എന്നുള്ളതാണ് ചില രോഗികൾ കണ്ടുവരുന്നൊരു അവസ്ഥ.